വളരെ പോപ്പുലറായിട്ടുള്ള സൈഡ് ഡിഷ് അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് ചിക്കൻ സുക്ക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ സുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ചിക്കൻ ചുക്ക അല്ലെങ്കിൽ ചിക്കൻ സുക്ക ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഈ പാനിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചൂടാക്കിയിട്ട് പൊടിക്കാനായിട്ടാണ്. നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം പട്ട, ഒരു ഏലക്ക, 2 ഗ്രാമ്പു, 2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 എരിവുള്ള മുളക്, ഒരു അധികം എരിവില്ലാത്ത കാശ്മീരി അല്ല, ഇത് ബേഡിഗെ ചില്ലിയാണ്, അതോ കാശ്മീരി മുളകോ ഉപയോഗിക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുക്കും. അതിന് പകരം കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. അപ്പോൾ ഇവിടെ ഞാനിപ്പം ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. മല്ലിയെ ഇടുന്നെങ്കിൽ ഒരു 4 ടീസ്പൂൺ മല്ലി കുരുവായിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. ഇതെല്ലാം കൊണ്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നൊരു സ്റ്റേജ് ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങും. ആ ഒരു സ്റ്റേജിലാണ് ഓഫ് ചെയ്യുക. അപ്പോൾ സ്പൈസസ് ഒക്കെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് ഇതൊന്ന് മസാല റോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സ്റ്റേജ് നല്ലൊരു മസാലയുടെ മണം വരണം, അല്ലെങ്കിൽ ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങണം. ആ ഒരു സ്റ്റേജാണ് നോക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ മസാലയുടെ നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കാം. ഓഫ് ചെയ്ത ശേഷമാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കും. അപ്പോൾ ആ ചൂടിൽ തന്നെ മല്ലിയും മുളകും ഒക്കെ മൂക്കും, അല്ലെങ്കിൽ വല്ലാണ്ട് ബേൺഡായി പോകും. അപ്പോൾ ഈ ഒരു മിക്സർ നമുക്ക് മാറ്റി വെക്കാം. കൂളായ ശേഷം, നന്നായിട്ട് തണുത്ത ശേഷം വേണം പൊടിച്ചെടുക്കാൻ. അടുത്തായിട്ട് വേറെ ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒന്നെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം, ജിഞ്ചിലി ഓയിൽ. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള സ്ലൈസ് ചെയ്തത്, അതിൻ്റെ ഒപ്പം തന്നെ ചുമന്നുള്ളി ഒരു 1/4 കപ്പ് 2ആയിട്ട് കീറിയെടുത്തേക്കുന്നതാണ്. അപ്പോൾ ചുമന്നുള്ളി മാത്രം ഇട്ടിട്ടും ചിക്കൻ സുക്ക ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്രൗൺ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചേക്കുന്നത് 2 ടീസ്പൂൺ ചേർത്തു. അതിൻ്റെ ഒരു പച്ചമണം മാറണം. അതിനൊപ്പം ഒരു 1-2 പച്ചമുളക് കൂടെ ഒന്ന് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചേർക്കാം. നമ്മളൊരു ചെട്ടിനാടൻ സ്റ്റൈലിലാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത്. ആ ടൊമാറ്റോ ഒന്ന് വെന്തുടയണം. ടൊമാറ്റോ ഇട്ട ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് 1/2 കിലോ ചിക്കൻ. ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസാണ്. ഇതേപോലെ ചെറിയ ചെറിയ പീസസായിട്ട് നമ്മൾ എടുത്തേക്കാം. ചിക്കൻ ഇട്ട ശേഷം ഹൈ ഫ്ലെയിമിൽ വഴറ്റുക. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റുക. അപ്പോൾ 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഈ മസാല പൊടിച്ചെടുക്കണം. മിക്സി ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇടാം.
നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച്. ടൊമാറ്റോ വഴറ്റാതെ നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചിക്കൻ ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. നമുക്ക് വേണമെങ്കിൽ പിന്നീട് ടേസ്റ്റ് ചെയ്തിട്ട് ഇടാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ചിക്കൻ നന്നായിട്ട് കുക്ക് ആകുന്നേരം കുക്ക് ചെയ്യുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം വേണം നമുക്ക് മസാല ചേർക്കാൻ. അപ്പോൾ നമ്മൾ അടച്ച് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തു ലോ ഫ്ലെയിമിൽ. ഇനി നമുക്ക് മസാല ഇടാറായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സുക്ക എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. ഈ മസാല നന്നായിട്ട് കോട്ടഡ് ആവണം. മസാലയുടെ പച്ചമണം, നമ്മൾ റോസ്റ്റഡ് മസാലയാണല്ലോ, മസാല ഈ അരപ്പ് നന്നായിട്ട് പിടിക്കണം. അതുവരെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. മസാല ഇട്ട ശേഷം 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റി ഇനിയും വീണ്ടും അടച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. മസാല ഇട്ട് ഒരു 5 മിനിറ്റ്സോളം കുക്ക് ചെയ്തു. റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കറി ലീവ്സ് ഇടാം, കറിവേപ്പില. കറിവേപ്പിലയുടെ ഫ്ലേവർ ഈ ഒരു ഡിഷിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ടേസ്റ്റാണ്. ഫൈൻ ചോപ്പ് ചെയ്ത് മല്ലിയില കുറച്ച്. അപ്പോൾ ചിക്കൻ സുക്ക ഇതേപോലെ ഡ്രൈ ആയിട്ട് കിട്ടണം. മസാലയിൽ പൊതിഞ്ഞ് ഈ രീതി കിട്ടണം, ഗ്രേവി ഒട്ടും ഇല്ലാണ്ട്. ഈ സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റി, ചിക്കൻ സുക്കയുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 4 പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എപ്പോഴും മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അത് പെപ്പറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുമ്പിൽ നിൽക്കുക. ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഇത് പറാട്ടയുടെ കൂടെ, റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.